നമ്മുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടം സംഭവിക്കുമ്പോൾ ആ ഇരുട്ടിൽ നിന്ന് എങ്ങനെയാണ് ഒരു വെളിച്ചം തിരികെ വരുന്നത്? ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപക്ഷെ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത പക്ഷെ ഒത്തിരി ഹൃദയസ്പർശിയായ ഒരു കഥയിലൂടെ നമുക്ക് ആ ചോദ്യത്തിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ഒന്ന് ആലോചിച്ചു നോക്കി, ദുഃഖം കൊണ്ട് തകർന്നു പോയൊരു വീട്. അങ്ങനൊരു വീടിനെ നിങ്ങൾക്കെങ്ങനെയാണ് സമാധാനിപ്പിക്കാൻ കഴിയുക? ഈ ഒരു വലിയ ചോദ്യത്തിൽ നിന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്ന കഥ തുടങ്ങുന്നത്. അപ്പോ ഈ കഥയുടെ തുടക്കം അത് വലിയൊരു വേദനയിൽ നിന്നാണ്. ചരിത്രത്തിൽ ദുഃഖത്തിന്റെ വർഷം എന്ന് തന്നെ അടയാളപ്പെടുത്തിയൊരു കാലം. ആ സമയത്ത് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈവല്ലം അനുഭവിച്ച കനത്ത നഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ചരിത്രം ആ വർഷത്തിന് ഒരു പേര് തന്നെ നൽകി, ആമുൽ ഹുസ്ൻ, അതായത് ദുഃഖത്തിന്റെ വർഷം. എന്തുകൊണ്ടാണെന്നോ? കാരണം അതൊരൊറ്റ നഷ്ടത്തിന്റെ കഥയല്ലായിരുന്നു. ഒരേ സമയം രണ്ട് വലിയ താങ്ങുകളാണ് പ്രവാചകന് നഷ്ടമായത്. ഒന്ന്, ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും കൂടെയുണ്ടായിരുന്ന പ്രിയപ്പെട്ട ഭാര്യ ഖദീജ. പിന്നെ മക്കയിലെ ശത്രുക്കൾക്കിടയിൽ ഒരു പരിച പോലെ സംരക്ഷിച്ചു നിർത്തിയിരുന്ന അബൂതാലിബും. ഈ രണ്ട് നഷ്ടങ്ങളും ഒരുമിച്ച് വന്നപ്പോൾ അതിന്റെ ആഘാതം പ്രവാചകന്റെ മനസ്സിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ വീട്ടിലും ഒരു വലിയ ഒഴിഞ്ഞിടമുണ്ടാക്കി. പ്രത്യേകിച്ച് ഫാത്തിമയെപ്പോലുള്ള ചെറിയ മക്കളില്ലേ, അവരെ സ്നേഹത്തോടെ ചേർത്തുപിടിക്കാനും ആ വീടിന് നഷ്ടപ്പെട്ടുപോയ ആ ഒരു സന്തോഷവും ഊഷ്മലതയും ഒക്കെ തിരികെ കൊണ്ടുവരാനും ഒരു അമ്മയുടെ കരുതൽ അവിടെ അത്യാവശ്യമായിരുന്നു. പ്രവാചകന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തോട് ഒരുപാട് സ്നേഹമുള്ളൊരു കൂട്ടുകാരിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. അവരെ മുന്നോട്ട് വന്നു. ആ വീടിന് എന്താണ് വേണ്ടതെന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. അവരുടെ ആ ഒരു ഇടപെടലാണ് സത്യത്തിൽ ഈ കഥയുടെ ഗതി തന്നെ മാറ്റുന്നത്. ആ കൂട്ടുകാരിയുടെ പേരാണ് ഹൗല ബിൻത് ഹക്കീം. പ്രവാചകന്റെ സങ്കടം കണ്ടപ്പോൾ അവർക്ക് വെറുതെ നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. ഇത് ശരിക്കും ആ ആദ്യകാല മുസ്ലിം സമൂഹത്തിലുണ്ടായിരുന്ന ഒരു തരം ആഴത്തിലുള്ള സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഉദാഹരണമാണല്ലേ. വെറുതെ വന്ന് സാരമില്ല എന്ന് പറയുന്നതിന് പകരം ശരിക്കും പ്രായോഗികമായ ഒരു പരിഹാരമാണ് അവർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ കൗലയുടെ മനസ്സിൽ ഒരാളുടെ മുഖം തെളിഞ്ഞുവന്നു. ആരായിരുന്നു ആ വ്യക്തിയെന്നറിയോ? ഇസ്ലാമിന്റെ ഏറ്റവും ആദ്യത്തെ നാളുകളിൽ തന്നെ ഈ സത്യം തിരിച്ചറിഞ്ഞ് വിശ്വസിച്ചൊരാൾ. പോരാത്തതിന് മക്കയിലെ ആ കഠിനമായ പീഡനങ്ങളൊക്കെ സഹിച്ചുനിന്ന ഒരു ധീരവനിത. വിശ്വാസത്തിന്റെ പേരിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു അവർക്ക്. അവസാനം ഭർത്താവിനെ നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള അപാരമായ ശക്തിയും ഭക്തിയുമുള്ള ഒരു സ്ത്രീ. അവരുടെ പേരായിരുന്നു സൗദ ബിന്ത് സംആ. പ്രവാചകന്റെ വീട്ടിലെ ആ ശൂന്യത നികത്താൻ, ആ സ്നേഹം തിരികെ കൊണ്ടുവരാൻ അവരെക്കാൾ യോജിച്ച മറ്റൊരാളുണ്ടായിരുന്നില്ല. സൗദിയുടെ ഒരു കരുത്തിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. അവരുടെ വിശ്വാസത്തിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. നോക്കൂ, അവരുടെ ജീവിതം ഒരു ത്യാഗത്തിന്റെ യാത്ര തന്നെയായിരുന്നു. മക്കയിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു. പിന്നെ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ ഭർത്താവിനൊപ്പം അബിസീനിയയിലേക്ക് പലായനം ചെയ്തു. അതുകൊണ്ടാണ് അവരെ 2 ഹിജ്റകളുടെ കൂട്ടുകാരി എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവിടെ വെച്ച് ഭർത്താവിനെ നഷ്ടമായി. അവസാനം വിശ്വാസം മാത്രം കൈമുതലാക്കി ഒരു വിധവയായി അവർ മക്കയിലേക്ക് തിരികെ വന്നു. ഓരോ ഘട്ടത്തിലും അവരെത്രത്തോളം സഹിച്ചുവെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഈ വിവാഹത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു? അത് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലേ, നിങ്ങൾക്ക് സമാധാനത്തോടെ ഒത്തുചേരേണ്ടതിനായി നിങ്ങളിൽ നിന്നും തന്നെ അവൻ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്ന്. ആ ഒരു സമാധാനം, ആ ഒരു സക്കീനത്ത്, അത് പ്രവാചകന്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതായിരുന്നു ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെ സൗദ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നു. ഇതോടുകൂടി ആ വീടിന്റെ സ്വഭാവം തന്നെ മാറാൻ പോവുകയാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ കൊണ്ടുവന്നത് എന്ന് നമുക്ക് നോക്കാം. സൗദയുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ അവരുടെ സ്വഭാവം തന്നെയായിരുന്നു. നല്ല ദയ, നല്ല വിവേകം, പിന്നെ നല്ല നർമ്മബോധം. അവർ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ചിരിയും സന്തോഷവുമായിരുന്നു. തീർച്ചയായും ഖദീജയുടെ സ്ഥാനം മറ്റാർക്കും നികത്താൻ കഴിയില്ല. പക്ഷേ സൗദ ആ വീട്ടിലെ ദുഃഖത്തിന്റെ നിഴലിനെ മാറ്റി അവിടെ സന്തോഷം നിറച്ചു. പറഞ്ഞു വരുമ്പോൾ അവർ വെറുമൊരു ഭാര്യയായിരുന്നില്ല, ആ കുടുംബത്തിന് കിട്ടിയ ഒരു അനുഗ്രഹം തന്നെയായിരുന്നു. പ്രവാചകന്റെ പെൺമക്കൾക്ക് സ്വന്തം അമ്മയെപ്പോലെയായി. ആ വീടിന് നഷ്ടപ്പെട്ടുപോയ ചിരിയും കളിയും തിരികെ കൊണ്ടുവന്നത് സൗദിയായിരുന്നു. പക്ഷേ സൗദ എന്ന വ്യക്തിയുടെ മഹത്വം നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു നിമിഷത്തിലാണ്. ലോകം കണ്ട ഏറ്റവും നിസ്വാർത്ഥമായൊരു തീരുമാനമെടുത്ത നിമിഷം. ആഴത്തിലുള്ള സ്നേഹത്തിന്റെ ആ കഥയാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. കാലം മുന്നോട്ടുപോയി. സൗദയ്ക്ക് പ്രായമായി. അപ്പോഴാണ് അവർ ആ തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനം പ്രവാചകന്റെ സന്തോഷത്തിനുവേണ്ടി മാത്രമായിരുന്നു. അതിലൂടെ തന്റെ സഹപത്നിയായ ആയിഷയോട് അവർക്ക് എത്രമാത്രം സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നുവെന്നും നമുക്ക് കാണാൻ കഴിയും. അവർ ചെയ്ത ആ കാര്യം ശരിക്കും അവിശ്വസനീയമാണ്. ഒന്നാമതായി, പ്രവാചകനും ആയിഷയും തമ്മിൽ എത്ര ആഴത്തിലുള്ള സ്നേഹബന്ധമാണ് ഉള്ളതെന്ന് അവർ മനസ്സിലാക്കി.
രണ്ടാമതായി, പ്രവാചകന് കൂടുതൽ സന്തോഷം നൽകാൻ വേണ്ടി തനിക്ക് അവകാശപ്പെട്ട ദിവസം, അതായത് പ്രവാചകൻ തന്റെ കൂടെ ചിലവഴിക്കേണ്ട രാത്രി അവർ ആയിഷയ്ക്ക് ഒരു സമ്മാനമായി നൽകി. പകരം അവർ എന്താണ് ചോദിച്ചതെന്നറിയാമോ? ഒരേ ഒരു കാര്യം: മരണശേഷം പരലോകത്തും പ്രവാചകന്റെ ഭാര്യയായിരിക്കാനുള്ള ഭാഗ്യം. ഇതൊരു വിട്ടുവീഴ്ചയല്ല, സ്നേഹത്തിന് എന്തുമാത്രം ശക്തിയുണ്ടെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈയൊരു സമ്മാനം സ്വീകരിച്ച ആയിഷ പിന്നീട് എന്തു പറഞ്ഞുവെന്നറിയോ? സൗദിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന്. ആലോചിച്ചു നോക്കൂ, സൗദിയുടെ ആ വലിയ മനസ്സിനെ ആയിഷ എത്രമാത്രം ബഹുമാനിച്ചിരുന്നുവെന്ന് ആ ഒറ്റ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സൗദയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? അവരുടെ ആ മായാത്ത ഓർമ്മകൾ നമുക്ക് നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൗദ ബിന്ത് സമ, അവരുടെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? 1. കാരുണ്യം. പിന്നെ നിസ്വാർത്ഥത. എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിൽ സന്തോഷം കണ്ടെത്താനുള്ള കഴിവ്. മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി സ്വന്തം സന്തോഷം മാറ്റിവെക്കാനുള്ള മനസ്സ്. പിന്നെ എല്ലാത്തിനും മുകളിൽ ഒട്ടുമിളകാത്ത ആഴത്തിലുള്ള വിശ്വാസം. ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: സ്നേഹത്തിനും നമ്മൾ നൽകുന്ന പിന്തുണയ്ക്കും പല രൂപങ്ങളുണ്ടാകാം. പക്ഷേ യഥാർത്ഥമായ ഔദാര്യം, അല്ലെങ്കിൽ ആ ഒരു വിശാല മനസ്കത എന്ന് പറയുന്നത് മറ്റൊരാളുടെ സന്തോഷത്തിൽ നമ്മുടെ സന്തോഷം കണ്ടെത്തുന്നതാണ്. അതാണ് സൗദ നമ്മളെ പഠിപ്പിക്കുന്നത്. അവസാനമായി, സൗദിയുടെ ഈ കഥ കേട്ടുകഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ യഥാർത്ഥ സ്നേഹവും ഔദാര്യവും എങ്ങനെയാണ് പ്രകടിപ്പിക്കാൻ കഴിയുക? ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.